എന്നത്താൻ കേസ് കൂട് എന്ന് പറഞ്ഞ സിനിമയിൽ അതായത് ആദ്യം സ്ക്രിപ്റ്റ് വായിക്കുന്ന 2-3 പേരിൽ ഒരാൾ ഞാനായിരുന്നു. എനിക്ക് രതീഷ് അയച്ചു തരികയും, അത് കോവിഡ് സമയത്തായിരുന്നു. ഞാനത് ഒറ്റ ഇരിപ്പിനിരുന്ന്, എൻ്റെ മലയാളം റീഡിങ് സ്ലോ ആണെങ്കിലും ഞാനതൊരു 5-6 മണിക്കൂർ എടുത്തിട്ട് ഞാൻ ഒറ്റ ഇരിപ്പിൽ ഞാനത് വായിച്ചു തീർത്തു. സാധാരണ ഇതിൽ 2 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ ആൾക്കാർക്ക് ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ, പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ സമയം വേണം. അത് വായിച്ചെടുത്തിട്ട് എനിക്കറിയാം ആ പടം ഉറപ്പ് ഹിറ്റാണെന്ന്. അപ്പം ഞാൻ തമാശയ്ക്ക് ഞാൻ അന്ന് രതീഷിനൊക്കെ പറയുകയും ചെയ്ത്. അപ്പോൾ അന്ന് പ്രൊഡ്യൂസർ ആരാണെന്നും എനിക്കറിയില്ല. അപ്പോൾ രതീഷിനോട് ഞാൻ പറഞ്ഞ്, അളിയ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്താലോ, ഞാൻ എന്താണ് ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ എവിടെന്നെങ്കിലും കൈകാലം പിടിച്ച് കൊണ്ടുവരാം, വെച്ചാൽ ഈ പടം ഉറപ്പ് ഹിറ്റാണ്. അപ്പോൾ പുള്ളി ചിരിച്ച. പുള്ളി പറഞ്ഞില്ല, ഓൾറെഡി സന്തോഷ് ചേട്ടൻ ആണ്. പറഞ്ഞ അല്ല, അദ്ദേഹമാണെങ്കിൽ പിന്നെ അടിപൊളി. അപ്പോൾ പിന്നെ നമുക്ക് ഡബിൾ ഷുവറാണ് ഈ പടം ഹിറ്റാണെന്ന്, ബിക്കോസ് ഹി വിൽ മാർക്കറ്റ് ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എന്നെ കാസ്റ്റ് ചെയ്തിരുന്നത് ഒരു വക്കീലിൻ്റെ, അതായത് ഷുക്കൂർ വക്കീൽ ചെയ്ത ക്യാരക്ടറല്ല, ഒരു ചെറിയ വേഷമായിരുന്നു. ആ ക്യാരക്ടർ ഇപ്പോൾ ആരാ ചെയ്തെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഒരു വക്കീലിൻ്റെ ക്യാരക്ടറിലായിരുന്നു. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തത് സുരേഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, നമ്മുടെ രാജേഷ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ, അളിയ ഇതിലാരെയും ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ ക്യാരക്ടർ ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ സൈജു ചെയ്യത്. പക്ഷെ പിന്നെ അത് ഒരു പ്രൊജക്ട് സ്റ്റേജിലേക്ക് വന്നപ്പം അവർ റിലേറ്റീവ്ലി പുതിയ ആൾക്കാരെ, പിന്നെ ആ ഏരിയയിലുള്ള ആൾക്കാർ, കുഞ്ചാക്കോ മാത്രം ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ അവിടുത്തെ ആ ഏരിയയിലുള്ള ആൾക്കാരെ അവർ വെച്ച് പ്ലാൻ ചെയ്തു. സോ അതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ക്യാരക്ടർ.